എല്ലാവരും പച്ച മാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ഇന്ന് പഴുത്ത മാങ്ങ കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ കട്ട് ചെയ്ത മാങ്ങ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മാങ്ങയിലേക്ക് നമുക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കുറച്ച് കായപ്പൊടി. പിന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മാങ്ങയിലേക്ക് പൊടികൾ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് ചേരുവകൾ മൂപ്പിച്ചെടുക്കാം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്, അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചാണ് ചേർത്തിരിക്കുന്നത്, അതൊന്ന് ഇളക്കിയിടും. ചതച്ച വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മൂപ്പിച്ച് വെച്ച ചേരുവകളും നമുക്ക് മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. പഴുത്ത മാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. കുറേ ദിവസം വെച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല, പഴുത്ത മാങ്ങ ആയതുകൊണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിപ്പിക്കുമല്ലോ. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.